السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലായുടെ അഖീദത്തു തൗഹീദ് എന്ന കിതാബിൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ബാബിലെ രണ്ടാമത്തെ ഫസ്ൽ അൽ ഫസ്ലു ഥാനി, അതാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ ആരംഭിച്ചത്. അതിൽ പറയുന്ന വിഷയങ്ങൾ ഷഹാദത്തൈൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൻ്റെ അർത്ഥവും അതിൽ വന്നിട്ടുള്ള പിഴവുകളും അതിൻ്റെ റുക്നുകൾ, ഷുറൂത്തുകൾ, അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ, അതിനെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാമാണ്. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് നാം വായിക്കുകയുണ്ടായി. മഅന ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നഫിയും ഇസ്ബാത്തും, അഥവാ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല, അള്ളാഹു മാത്രമാണ് അതിന് അർഹൻ എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന ഭാഗം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഷെയ്ഖ് പറയുന്നത് വഖദ് ഫുസ്സിറത് ഹാദിഹിൽ കലിമതു ബിതഫ്സീറാത്തിൻ ബാത്തിലത്തിൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ ആശയത്തിനപ്പുറത്തേക്ക് ചില ബാത്തിലായ തഫ്സീറുകൾ ഈ കലിമത്തിന് ചിലർ നൽകാറുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ്, അതിൽ ചില ബാത്തിലായ, അത് ഏറ്റവും അറിയപ്പെട്ട 3 ബാത്തിലായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പിഴച്ചവാദങ്ങളാണ് പറയുന്നത്. ഒന്ന്, നേരത്തെ പാരഗ്രാഫിൽ ആദ്യം പറഞ്ഞതിൽ ലാ മഅബൂദ ബിമൗജൂദിൻ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ ആശയം പറയുകയുണ്ടായി. അതിനു പുറമെ 3 പ്രധാനപ്പെട്ട പിഴച്ചവാദങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേത് അന്ന മഅനാഹ, അതിൻ്റെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഇല്ലല്ലാഹ്. നമ്മൾ പറഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. എന്നാൽ ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന അർത്ഥം പറയുന്ന ചില ആളുകളെ കാണാം. വഹദാ ബാത്തിലുൻ, ഇത് ശരിയല്ല. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ യഥാർത്ഥ അർഹനായിക്കൊണ്ട് അവകാശിയായിക്കൊണ്ട് ആരുമില്ല അള്ളാഹു അല്ലാതെ. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ ആരാധ്യനല്ലാതെ ആരാധ്യനായി ഒരാളുമില്ല അള്ളാഹു അല്ലാതെ. അതാണ് അതിൻ്റെ അർത്ഥവ്യത്യാസം. എന്താണ് അതിൻ്റെ പ്രശ്നം? എന്താണ് ഈ ലാ മഅബൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്നുള്ളത് ബാത്തിലാണ് എന്ന് പറയുന്ന കാരണം ലിഅന്ന മഅനാഹു, അഥവാ ഈ പറഞ്ഞ അർത്ഥത്തിലെ വ്യത്യാസം പറയാണ് അന്ന കുല്ല മഅബൂദിൻ ബിഹഖിൻ ഔ ബാത്തിലിൻ ഹുവല്ലാഹ്. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് മാത്രം അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മഅബൂദാവട്ടെ, അത് ഹക്കായതാവട്ടെ ബാത്തിലായതാവട്ടെ, അതൊക്കെ അല്ലാഹ് എന്നുള്ള അർത്ഥം വരിക. അതായത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധ്യനുമില്ല അള്ളാഹു അല്ലാതെ. അപ്പം അതിൻ്റെ അർത്ഥം എന്തായി? ആരെ ഒരാൾ ആരാധിച്ചാലും അത് അള്ളാഹു ആണ് എന്ന അർത്ഥത്തിലേക്ക് വരും. ഇപ്പോൾ ഒരാൾ വേറെ ഒരു വിഗ്രഹത്തിനെയോ കല്ലിനെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ ആരാധിച്ചാൽ അത് അള്ളാഹു ആണ് എന്നുള്ള അർത്ഥമാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ അർത്ഥത്തിന്റെ പിഴവ്. കമാ സബഖ ബയാനുഹു ഖരീബൻ, തൊട്ടു മുമ്പ് ബിഹഖൻ എന്നുള്ളതിൻ്റെ ആശയം വിശദീകരിച്ചെടുത്ത് അത് വ്യക്തമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പിഴച്ചവാദം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അന്ന മഅനാഹ ലാ ഖാലിഖ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ അർത്ഥം അധിക ആളുകളും പറയാറുള്ള ഒരു വാദമാണ് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, സൃഷ്ടാവായി അള്ളാഹു അല്ലാതെ ഒരാളും ഇല്ല എന്നുള്ളത്. ഇതൊന്നുകൂടിയും വിശദീകരിച്ച ആശയം പറയുകയാണെങ്കിൽ ഇൽമുൽ കലാമിൻ്റെയും ഫൽസഫയുടെയും എല്ലാം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തഅരീഫായിക്കൊണ്ട് ഈ ആശയത്തിൽ പറയാറുണ്ട് ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ളവനായി ഒരാളുമില്ല അള്ളാഹു അല്ലാതെ എന്ന അർത്ഥം അവർ പറയാറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. ഏകദേശം ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നുള്ള അർത്ഥം തന്നെ. വഹാദാ ജുസ്ഉം മിൻ മഅനാ ഹാദിഹിൽ കലിമ,
ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലാ ഖാലിഖ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ റാസിഖ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഖാദിറ ഇല്ലല്ലാ എന്നുള്ള ആശയങ്ങളൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ലാ ഇലാഹ ഇല്ലയുടെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരാൾ പറയുമ്പോൾ അയാൾ എന്ത് പറയുന്നുണ്ട്? ലാ ഖാലിഖ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന അർത്ഥം അതിലുണ്ട്. അതുപോലെ തന്നെ ലാ റാസിഖ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ റിസ്ക് നൽകുന്നവൻ വേറെ ഒരാളും ഇല്ല എന്നുള്ള അർത്ഥമുണ്ട്. അത് അതിന്റെ ഭാഗമാണ്. പക്ഷേ വലാകിൻ ലൈസ ഹുവൽ മഖ്സൂദ്, പക്ഷേ ലാ ഇലാഹ ഇല്ലയുടെ ഉദ്ദേശം അതല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അതിന് ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഒരു വാക്ക് പറയുമ്പോൾ അതിന് ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ലക്ഷ്യം എന്തല്ല? അള്ളാഹു അല്ലാതൊരു സൃഷ്ടാവില്ല എന്ന് അറിയിക്കാനല്ല. ഇപ്പോൾ നമ്മൾ ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അതിൽ പെട്ട കാര്യമാണ് ലാ ഖാലിഖ ഇല്ലല്ലാ. പക്ഷേ പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് അവന് പറഞ്ഞു കൊടുക്കാനാണോ? അല്ല, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാ. അപ്പൊ ലാ ഖാലിഖ ഇല്ലല്ലാ എന്നുള്ളത് അതിന്റെ ഒരു അർത്ഥമാണ്, പക്ഷെ അതിന്റെ ലക്ഷ്യമല്ല. ലിഅന്നഹു ലാ യുസ്ബിതു ഇല്ലാ തൗഹീദ റുബൂബിയ്യ. കാരണം ലാ ഖാലിഖ ഇല്ലല്ലാ എന്ന് മാത്രമാണ് പറയുന്നത് എങ്കിൽ അത് റുബൂബിയത്തിന്റെ തൗഹീദിനെ മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ. റുബൂബിയത്തിന്റെ ബാബിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ ലാ യക്ഫി, അത് മതിയാവില്ല. വഹുവ തൗഹീദുൽ മുശ്രിക്കീൻ, അത് മുശ്രിക്കീങ്ങളുടെ തൗഹീദാണ്. അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്ത അബൂജഹലാവട്ടെ അബൂലഹബ് ആവട്ടെ അങ്ങനെ തുടങ്ങിയ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ ഏതർത്ഥത്തിലാണ്? ഈ അർത്ഥത്തിലാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാ പറയാവുന്ന അവർ മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അഫൻ അങ്ങനെയല്ല, അവർ വിശ്വസിച്ച വിശ്വാസം ഏതർത്ഥത്തിലാണ്? അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നുള്ളതാണ്. ആ അർത്ഥം എന്തിനു കൊടുക്കാൻ പറ്റൂല? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ ആ തൗഹീദ് എന്താണ്? മുശ്രിക്കീങ്ങളുടെ തൗഹീദായി തീരും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗൗരവത്തിലുള്ളൊരു പിഴവാണ്. കാരണം നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഖബറാരാധനയോ അതുപോലെയുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരിൽ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വെച്ച് ചെയ്യുന്ന ആളുകൾ, ശുബ്ഹത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്കാൽ കൊണ്ടോ അല്ലാതെ ഇത് ശരിയാണെന്ന് ചെയ്യുന്ന ആളുകൾ, അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിന്റെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാ എന്നാണ്. അതുകൊണ്ടാണ് അവർ അള്ളാഹു അല്ലാത്ത എന്തിനേലും വിളിച്ച് തേടിക്കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവരാണല്ലോ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. എന്തർത്ഥത്തിലാണ്? അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നുള്ളതാണ്. അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണത്. മൂന്നാമത്തെ ഒരു പിഴച്ചവാദം അന്ന മഅനാഹ, അതിന്റെ അർത്ഥം ലാ ഹാകിമിയ്യത ഇല്ലല്ലാ, വേറെ ഇല്ലാ ലില്ലാ. വേറെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറഞ്ഞിട്ടുള്ള അർത്ഥമാണ് ലാ ഹാകിമിയ്യത ഇല്ലാ ലില്ലാ, അള്ളാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാനുള്ള അധികാരമില്ല. വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില വാദങ്ങൾ, അതിന്റെ തുടക്കം ഖവാരിജുകൾ എന്നാണെങ്കിലും പിന്നീട് പല രീതിയിൽ അത് മാറി മാറി വ്യത്യസ്ത രീതികൾ അതിന്റെ ശാഖാപരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എന്താണ് അതിന്റെ അർത്ഥം? വിധി കൽപ്പിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം വിധി കൽപ്പിക്കാൻ, ഒരു തീരുമാനം കൽപ്പിക്കാൻ അള്ളാഹു മാത്രമേ, അത് ആ കൽപ്പിക്കുന്നവൻ അള്ളാഹു മാത്രമേ, അള്ളാഹുവിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രശ്നം എന്താണ്? അതിൽ പെട്ടതാണ്. കാരണം ആകാശഭൂമികളിൽ നടക്കുന്ന ഏതൊരു ചെറുതും വലുതുമായ കാര്യവും അള്ളാഹുവിന്റെ വിധി തീരുമാനം കൊണ്ടാണ്. ദീനിന്റെ ശറഇന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിശ്വസിച്ചാലുള്ള പ്രശ്നം പറയാണ് ഷെയ്ഖ് പറയാണ് വഹാദ അയ്ദൻ ജുസ്ഉം മിൻ മഅനാഹ ലാ ഹാകിമിയത ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാനുള്ള പരിപൂർണ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന്റെ ഹുക്മ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഹുക്മ് നടപ്പിലാക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണ്. ലാ ഹാകിമ ഇല്ലല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു ഭാഗമാണ്, ജുസ് ആണ്. വലൈസ ഹുവൽ മഖ്സൂദ്, പക്ഷേ അത് ലക്ഷ്യമല്ല. അത് ലക്ഷ്യമല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അയാൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ വിധി കൽപ്പിക്കുന്ന ആനായിട്ട് ഒരാളും ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ എന്തായി? അയാളുടെ തൗഹീദ് ശരിയായി എന്ന് അയാളുടെ വിശ്വാസം. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിഅന്നഹു ലാ യക്ഫി, അത് മാത്രം വിശ്വസിച്ചാൽ മതിയാവില്ല. ലിഅന്നഹു ലൗ അഫ്റദല്ലാഹ ബിൽ ഹാകിമിയ്യതി ഫഖത്ത്, ഹാക്കിമിയത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ ഒരാൾ ഏകനാക്കുന്നത് എന്ന് വെക്കുക. അവൻ അള്ളാഹു അല്ലാത്ത വേറെ ആളെ വിളിച്ചു തേടുകയാണ്. അല്ലെങ്കിൽ ഇബാദത്തുകൾ വേറെ ആൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അതായത് ഒരാൾ വിശ്വസിക്കുകയാണ് അള്ളാഹു അല്ലാതെ വിധി കൽപ്പിക്കാൻ അർഹനായി അല്ലെങ്കിൽ അധികാരമുള്ള യോഗ്യനായിട്ട് ഒരാളും ഇല്ലാതെ വിശ്വസിക്കുകയാണ്. അപ്പൊ അയാൾ എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തൗഹീദ് ശരിയായി. പിന്നെ അയാൾ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഇലാഹിനെ വിളിച്ചു തേടിയത് കൊണ്ടോ
അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും ഇബാദത്തിന്റെ വകുപ്പുകൾ നൽകിയത് കൊണ്ടോ അവനെന്താവൂല ഷിർക്ക് സംഭവിച്ചവനാവൂല. കാരണം അവന്റെ തൗഹീദ് പറഞ്ഞാൽ ഹാക്കിമിയത്തിലെ തൗഹീദാണ്, അത് ശരിയായി, അതുകൊണ്ട് ബാക്കിയുള്ള ഒന്നും അവന് ബാധിക്കൂല. ലം യകുൻ മുവഹിദൻ, അങ്ങനെയാണെങ്കിൽ അവൻ എന്താവൂല, മുവഹിദായി തീരില്ല. ഇതൊക്കെ പിഴച്ച വാദങ്ങളായിട്ട് വന്നിട്ടുള്ള ആശയങ്ങളാണ്. ഇനിയിപ്പോ മുഅ്തസിലിയാക്കളുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി തൗഹീദ് എന്നുള്ളതിന് മുഅ്തസിലിയാക്കൾ അർത്ഥം വെച്ച എന്താണ്? അഥവാ മുഅ്തസിലിയാക്കളുടെ 5 ഉസൂലുകളിൽ ഒന്നാണ് തൗഹീദ് എന്നുള്ളത്. അൽ അംറു ബിൽ മഅറൂഫ് രണ്ടാമത്തെ ഒരു ഉസൂലാണ്. അതുപോലെ അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തിന് 5 ഉസൂലുകൾ മുഅ്തസിലിയാക്കൾക്കുണ്ട്. ആ ഉസൂലുകളിൽ അവർ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അതിനെ അംഗീകരിക്കുക, അതിനെ തള്ളണം, അത് അംഗീകരിക്കാൻ പാടില്ല. അതാണ് അവരുടെ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേറൊരു അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഓരോ ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അവരുടേതായ വാദങ്ങളും അർത്ഥങ്ങളും നൽകി വന്നിട്ടുണ്ട്. ഇതിൽ ചില പിഴച്ചതാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ബാത്തിലാണ്. കാരണം നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് എന്ന് അറിയിക്കുന്ന, അതാണ് നബിമാർ പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് ഖുർആനിൽ ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. വകുല്ലു ഹാദിഹി തഫാസീറു ബാത്തിലത്തുൻ ഔ നാഖിസത്തുൻ, ഈ വന്ന ഈ തഫ്സീറുകളെല്ലാം ബാത്തിലാണ്, അതുപോലെ തന്നെ നാഖിസ ന്യൂനതകൾ കുറവുകൾ ഉള്ളതാണ്. വഇന്നമാ നബ്ബഹ്നാ അലൈഹാ ലിഅന്നഹാ തൂജദു ഫീ ബഅദിൽ കുതുബിൽ മുതദാവലതി, നാം അതിനെ തൊട്ട് താക്കീത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള ചില കിതാബുകളിൽ ഇത് ധാരാളം വന്നിട്ടുണ്ട്. ഈ തൗഹീദിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ധാരാളം വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുമ്പോൾ ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും ആശയത്തിൽ ലാ റബ്ബ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ലാ ഖാദിറ അൽ ഇഖ്തിറാ ഇല്ലല്ലാഹ് എന്നുള്ള ആശയത്തിൽ, റുബൂബിയത്തിന്റെ ആശയത്തിലാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല അപകടങ്ങളും ഓരോ പിഴച്ച വിഭാഗങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ തന്നെ കാണാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളിലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. والتفسير الصحيح لهذه الكلمة عند السلف والمحققين أن يقال, സലഫുകളുടെ അടുക്കൽ അതുപോലെ തന്നെ ഉലമാക്കളുടെ അടുക്കൽ മുഹഖിഖീങ്ങളായ ഉലമാക്കളുടെ അടുക്കലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ ആയിക്കൊണ്ട് സഹീഹായിക്കൊണ്ട് അവർ പഠിപ്പിച്ചിട്ടുള്ളത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള നിയമങ്ങളാൽ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, രണ്ട് രീതിയിലും പറയാം. ഈ ആശയമാണ് സഹിയായി വന്നിട്ടുള്ളത്. കമാ സബഖ്, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ. ഇനി വമഅന ഷഹാദതി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ആശയം എന്ന് പറഞ്ഞു? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇനി അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഥവാ ഈ 2 ഷഹാദത്തുകളാണ് ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ ആശയം പറയുന്നിടത്ത് പറയുകയാണ് ഹുവൽ ഇഅ്തിറാഫു ബാത്തിനൻ വളാഹിറൻ അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു ഇലന്നാസി കാഫത്തൻ. ഹുവൽ ഇഅ്തിറാഫു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കലാണ്. ബാത്തിനൻ വളാഹിറൻ, രഹസ്യമായിട്ട് അല്ല ആന്തരികമായിട്ടാവട്ടെ പരസ്യമായിട്ട്, അഥവാ ഖൽബിൽ വിശ്വാസം കൊണ്ടും നിയ്യത്ത് കൊണ്ടും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടും പ്രവർത്തനം കൊണ്ടും. അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ് എന്നും അവൻ നിയോഗിച്ച റസൂലാണെന്നും. ഇലന്നാസി കാഫത്തൻ, അന്നാസ് എന്ന് പറഞ്ഞാൽ അൽ ഇൻസു വൽ ജിൻ, മനുഷ്യവർഗത്തിനും ജിന്ന് വർഗത്തിനും മുഴുവനായിക്കൊണ്ടുള്ള റസൂലാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമായിട്ടുള്ളതല്ല, അത് കൂടിയുള്ളതാണ്, ജിന്നുകൾ കൂടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളോട് ദഅവത്ത് നടത്താറുണ്ടായിരുന്നു, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വൽ അമലു ബിമുഖ്തദാ ദാലിക്, മുഹമ്മദ് റസൂലുള്ളാഹിലെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് വിശ്വസിക്കണം, എല്ലാ ജനങ്ങളിലേക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചു കൊണ്ടുള്ള അമൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണോ അതുകൊണ്ട് നിർബന്ധമാക്കുന്നത്. അപ്പോൾ ഒരാൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടങ്ങളെക്കാളും അവന്റെ താല്പര്യങ്ങളെക്കാളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളായിരിക്കണം അവന് മുൻഗണന കൊടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് പിന്നെ ആ ഷഹാദത്ത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിൻ ത്വാഅതിഹി ഫീമാ അമറ, ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 4-5 കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ശരിയാവണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, മിൻ ത്വാഅതിഹി ഫീമാ അമറ, എന്താണോ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് അതനുസരിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിക്കണം. വതസ്ദീഖിഹി ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ സത്യപ്പെടുത്തണം. അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് ശരിയാണ്, സത്യമാണെന്നുള്ള ഉറച്ച ബോധം അവിടെ ഉണ്ടാവണം. അപ്പോൾ നോക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദർ യുദ്ധ സമയത്ത് നമുക്ക് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് കൂടി ആലോചിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, യുദ്ധത്തിന് ഇറങ്ങിക്കോളി, ഞങ്ങളുണ്ട് എന്ന നിലയ്ക്ക്. വീണ്ടും ചോദിച്ചപ്പോൾ അൻസാരികൾക്ക് മനസ്സിലായി അൻസാരികളെ ഉദ്ദേശിച്ചിട്ടാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ താങ്കൾ ഈ കടലിന്റെ നടുവിലേക്ക് പോയാലും അല്ലെങ്കിൽ ഞങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ പിന്നാലെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചോ അതനുസരിക്കാനുള്ള ഒരവസ്ഥ. സ്വഹാബികളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിച്ച മഹത്തായിട്ടുള്ള നമുക്ക് അത്ഭുതം തോന്നുന്ന ചില ഉദാഹരണങ്ങൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി മസ്ജിദിലേക്ക് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിനകത്തുനിന്ന് ഇജ്ലിസു എന്ന് പറഞ്ഞു, ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മസ്ജിദിന്റെ കവാടത്തിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുള്ള ആര്? ഈ സ്വഹാബി അവിടെ ഇരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ നീ എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോൾ റസൂലേ താങ്കൾ ഇജ്ലിസു എന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ട് ഇരുന്നതാണ് എന്ന്. അപ്പോൾ സാദഖല്ലാഹു തആല, നിന്റെ അനുസരണം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കണം. അത്രത്തോളം അനുസരിച്ച് കാണാം. വതസ്ദീഖിഹി ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക എന്നുള്ളത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണോ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണോ അല്ലേ, ഇത് ശാസ്ത്രീയപരമായിട്ട് ശരിയാണോ അല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതാണോ അല്ലേ, അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടുകൊണ്ട് ഒരു ഹദീസ്, ഒരു റിവായത്ത്, ഒരു ഖബർ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയമില്ല, അത് നമ്മൾ സത്യപ്പെടുത്തും. വജ്തിനാബി മാ നഹാ അൻഹു വസജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാണ് അല്ലെങ്കിൽ നിഷിദ്ധമാണ്, അത് ചെയ്യരുത് എന്നുള്ളത് പൂർണ്ണമായി അനുസരിക്കണം. കൽപ്പിച്ച കാര്യങ്ങൾ ഒരാളുടെ കഴിവിന്റെ പരമാവധി അവൻ നിർബന്ധ കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി അവൻ പരിശ്രമിക്കുക വേണ്ടത്. പക്ഷേ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിരുപാധികം തന്നെ ഒഴിവാക്കേണ്ടതാണ്. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടാൻ പാടില്ല ഇല്ലാ ബിമാ ശറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശറഅക്കിയത് പ്രകാരമല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അല്ലാതെ അല്ലാഹു ആരാധിക്കപ്പെടാനും പാടില്ല. അഥവാ ദീനിൽ അത് കുറവായിക്കോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഉണ്ടാവുള്ളൂ. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിക്കോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ പാടുള്ളൂ. അതുമാണ് ബിദ്അത്തുകൾ ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. തഅഅതുഹു ഫീമാ അമറ, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, അറിയിച്ച കാര്യങ്ങൾ സത്യപ്പെടുത്തുക. വജ്തിനാബു മാ നഹാ അൻഹു വസജറ, വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കുക. വഅല്ലാ യുഅബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, ശറഅക്കപ്പെട്ട പോലെ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അല്ലാതെ അള്ളാഹു ആരാധിക്കപ്പെടാനും പാടില്ല. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. സാനിയൻ, അപ്പോൾ മഅന പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അർത്ഥം പറഞ്ഞു. അടുത്തത് പറയുന്നത് അർക്കാനു ഷഹാദത്തൈൻ, ഈ 2 ഷഹാദത്തുകൾക്ക് അർക്കാനുകളുണ്ട്. അർക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമലിന്റെയും റുക്ന് എന്ന് പറഞ്ഞാൽ അമലിന്റെ അകത്തുള്ളത്, അസ്നാ ഉൽ അമൽ, അമലിന്റെ അകത്തുള്ളതായിരിക്കും എന്ത് റുക്ന് എന്നുള്ളത്. ഷർത്തോ, ഷർത്ത് അമലിന്റെ പുറത്തുള്ളതായിരിക്കും, അമലിന്റെ മുമ്പുള്ളതായിരിക്കും ഷർത്ത്, അമലിന്റെ അകത്തുള്ളതായിരിക്കും റുക്ന് എന്നുള്ളത്. റുക്നില്ലാതെ അമല് ഉണ്ടാവുകയില്ല, ശരിയാവുകയില്ല. അപ്പോൾ 2 അർക്കാനുകൾ, ഈ രണ്ട് ഷഹാദത്തിനുള്ള അർക്കാനുകൾ, അതിനെ പറ്റിയാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ. ലഹാ റുക്നാൻ, 2 റുക്നുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ളത്. ഹുമാ അന്നഫ്യു വൽ ഇസ്ബാത്തു, ആ 2 എണ്ണം അന്നഫ്യു നിരാകരണം, വൽ ഇസ്ബാത്തു സ്ഥിരീകരണം. അന്നഫ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാകരിക്കൽ, അൽ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കൽ. ഫറുക്കുനുൽ അവ്വൽ, ഒന്നാമത്തെ അന്നഫ്യു, നഫ്യു നിരാകരിക്കുക, അഥവാ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ളതിനെ നിരാകരിക്കുക. ലാ ഇലാഹ എന്നുള്ളതാണ് അതിന്റെ ഭാഗം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ 2ആയി തിരിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ എന്നുള്ളത് നഫിയും ഇല്ലല്ലാഹ് എന്നുള്ളത് ഇസ്ബാത്തുമാണ്. അതിൽ ലാ ഇലാഹ എന്നുള്ളത് നഫീന്റെ ഭാഗം. യുബ്തിലു ശിർക ബിജമീഇ അൻവാഇഹി, എല്ലാ നിലക്കും ഷിർക്കിനെ എല്ലാ നിലക്കും അത് ബാത്തിലാകുന്നു.
ഒരു നിലക്കും അള്ളാഹുവിന് പുറമെ ഒന്നിനും, അത് ആരാവട്ടെ, മലക്കുൻ മുഖറബുൻ നബിയുൻ മുർസലുൻ, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യമുള്ള മലക്കാവട്ടെ, അയക്കപ്പെട്ട റസൂലാവട്ടെ, ജിന്നാവട്ടെ, മൃഗമാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, ഒന്നിനും തന്നെ ഒരു അംശം പോലും ഇബാദത്തിന്റെ ഇനമില്ല. അതാണ് ലാ ഇലാഹ, ഒന്നുമില്ല. വയൂജിബുൽ കുഫ്ര ബികുല്ലി മാ യുഅബദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിനെയെല്ലാം നിഷേധിക്കണം. അതാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് ശരിയാകണമെങ്കിൽ ആദ്യം ശരിയാകേണ്ടത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ സഹായം ചോദിക്കപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ നേർച്ച നേർക്കപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ ബരമേൽപ്പിക്കപ്പെടുന്ന, അങ്ങനെ തുടങ്ങിയ ഇബാദത്തിന് ഇനങ്ങൾ എന്തൊക്കെ നൽകുന്നുണ്ടോ അത് നബിയാവട്ടെ, മലക്കാവട്ടെ, വലിയാവട്ടെ, സ്വാലിഹാകട്ടെ, അവരൊന്നും അതിന് അവകാശികളല്ല എന്ന് എല്ലാത്തിനെയും നിരാകരിക്കണം. രണ്ടാമത്തെ ഭാഗം വറുക്കുന് സ്ഥാനി, രണ്ടാമത്തെ റുക്കുന് അൽ ഇസ്ബാത്ത്, സ്ഥിരീകരിക്കണം. എന്താ സ്ഥിരീകരിക്കേണ്ടത്? ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമേ അത് അവകാശമുള്ളൂ. അഥവാ അള്ളാഹുവിനൊഴികെ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അള്ളാഹുവിന് മാത്രമാണ് അതിന്റെ അവകാശം. യുസ്ബിതു, സ്ഥിരപ്പെടുത്തുന്നു, അന്നഹു ലാ യസ്തഹിഖുൽ ഇബാദത ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരാളും തന്നെ ഇബാദത്തിന് യോഗ്യനായിട്ടില്ല, അർഹനായിട്ടില്ല. വയൂജിബുൽ അമല ബിദാലിക്, ഇതിന്റെ അടിസ്ഥാനത്തിൽ അമലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഇതിനെതിരായിട്ട് ചെയ്യുകയാണെങ്കിലോ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, എന്നിട്ട് ഏതെങ്കിലും ജാറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയനോടോ പോയി പ്രാർത്ഥിക്കുക, അറുവ് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ, ഇനി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കഴിയാലോ, അത് ശിർക്കാണ്. സംശയമില്ല. ആരോട് ചെയ്തു അല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ് അവിടെ വിഷയം. ആരാണ് എന്നുള്ള ചർച്ചയില്ല. ചെയ്തത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണോ അത് ഷിർക്കാണ്. അപ്പൊ അതനുസരിച്ചായിരിക്കണം കർമ്മം. തൗഹീദ് ഈ നഫീനെയും ഇസ്ബാത്തിന്റെ അടിസ്ഥാനത്തിൽ. വഖദ് ജാഅ മഅനാ ഹാദൈനി റുക്നൈനി ഫീ കസീർ മിനൽ ആയാത്ത്, ധാരാളം ആയത്തുകളിൽ ഈ രണ്ട് റുക്നുകൾക്ക് തെളിവുകൾ വന്നിട്ടുണ്ട്, ഈ രണ്ട് റുക്നുകളുടെ ആശയം വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ട ദലീലുകളാണ്. റുക്നുകൾ പറഞ്ഞല്ലോ, ആ റുക്ന് എങ്ങനെ കിട്ടിയത് അത് മനസ്സിലാക്കണ്ടേ. അതിനുള്ള ദലീലുകൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദലീലാണ് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും. ലാ ഇലാഹ എന്നുള്ളിടത്ത് സൂറത്തുൽ കാഫിറൂനും ഇല്ലല്ലാഹ് എന്നുള്ളിടത്ത് സൂറത്തുൽ ഇഖ്ലാസും, ഈ രണ്ട് സൂറത്തുകൾ. അതുകൊണ്ടാണ് ഈ രണ്ട് സൂറത്തുകളുടെ ശ്രേഷ്ഠത വളരെ മഹത്തരമായിട്ടുള്ളത്. നോക്കൂ, ഒരു ദിവസം ആരംഭിക്കുമ്പോഴുള്ള നിസ്കാരം എന്താണ്? ഫജ്റിന് മുമ്പുള്ള സുന്നത്ത്, അതിൽ ഈ ആയത്തുകളാണ് പാരായണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പകലിന്റെ അവസാനിക്കുന്ന സമയത്തുള്ള മഗ്രിബിന് ശേഷമുള്ള സുന്നത്തുകൾ ഈ രണ്ട് സൂറത്തുകളാണ്. അതുപോലെ തന്നെ രാത്രിയുടെ അവസാനത്തെ നിസ്കാരത്തിൽ വിത്റിൽ ഈ രണ്ട് സൂറത്തുകളാണ്. അതുപോലെ തന്നെ ത്വവാഫിന് ശേഷമുള്ള മഖാം ഇബ്രാഹിമിന് പിന്നിലുള്ള നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകളാണ്. ഈ സൂറത്തുകൾക്ക് അത്രയും അധികം പ്രത്യേകതയുണ്ട്. കാരണം ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉറപ്പിക്കുന്ന, അതിന്റെ ആശയത്തെ ഉറപ്പിക്കുന്ന രണ്ട് സൂറത്തുകളാണത്. അതല്ലാതെ ഈ ആയത്തുകളിൽ വന്നിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 256 ആയത്തിൽ കാണാം, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, താഗൂത്തുകളിൽ ആരാണോ അവിശ്വസിക്കുന്നത്, താഗൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തിന്റെ പരിധി ലംഘിക്കുന്നത്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാം താഗൂത്തിൽപ്പെട്ടു. വയുമിൻ ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്, ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ, ബലമുള്ള ഒരു കയറിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആദ്യം താഗൂത്തുകളിൽ കുഫ്ർ ഉണ്ടാവുക, ലാ ഇലാഹ. വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക, ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ഉർവത്തുൽ വുസ്ഖാ എന്നുള്ളതിനെ തഫ്സീർ ചെയ്തെടുത്ത് ഉലമാക്കൾ തഫ്സീർ ചെയ്തു, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ രണ്ട് റുക്നുകൾ ഈ ആയത്തിൽ വന്നു. മറ്റൊരു ഫഖൗലുഹു, ഷെയ്ഖ് പറയാണ്, മൻ യക്ഫുർ ബിത്താഗൂത്ത് ഹുവ മഅന റുക്നിൽ അവൽ ലാ ഇലാഹ, അത് ഒന്നാമത്തെ ലാ ഇലാഹ എന്നുള്ളതിന്റെ അർത്ഥമാണ്. വഖൗലുഹു വയുമിൻ ബില്ലാഹ് ഹുവ മഅന റുക്നി സാനി ഇല്ലല്ലാഹ്, യുമിൻ ബില്ലാഹ് എന്നുള്ളത് രണ്ടാമത്തെ റുക്ന് ഇല്ലല്ലാഹ് എന്നുള്ളതിനാണ്. വകദാലിക ഖൗലുഹു തആല അൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ നാട്ടുകാരോട്, തന്റെ ഉപ്പയോടും നാട്ടുകാരോടും എല്ലാം പറഞ്ഞൊരു വാക്കിലും ഈ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം കാണാം. സൂറത്തുൽ സുഖ്റുഫിലെ 26-27 ആയത്തുകൾ, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്, എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ഇല്ലല്ലദീ ഫതറനി,
എന്നെ സൃഷ്ടിച്ചവനൊഴികെ. ഫത്തറ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഈ രൂപം നൽകി സൃഷ്ടിച്ചവൻ. ഫത്തറനി ഇല്ലല്ലദീ ഫത്തറനി, എന്നെ ഈ സൃഷ്ടിച്ചവനൊഴികെ. ഫഖൗലുഹു ഇന്നനി ബറാഉൻ, ഞാൻ ഒഴിവാണ് എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാക്ക് ഹുവ മഅന നഫി ഫി റുക്നിൽ അവൽ, ഒന്നാമത്തെ റുക്നായ നഫിയാണ്. ഞാൻ ഒഴിവാണ്, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനൊരു ബന്ധുല്ല, ഒരു ബന്ധുല്ല എന്ന് അറിയിക്കുന്നത്. വഖൗലുഹു ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവൻ ഒഴികെ എന്നുള്ളതോ ഹുവ മഅനൽ ഇസ്ബാതി ഫി റുക്നി സാനി, രണ്ടാമത്തെ റുക്നായിട്ടുള്ള ഇസ്ബാത്തിനുള്ള ദലീലാണ്. അപ്പോൾ ഈ ദലീലുകൾ നമുക്ക് ഓർമ്മ വേണം. ഏതെങ്കിലും ഒരു ദലീലെങ്കിലും നമ്മുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട അടിസ്ഥാന അറിവുകളുണ്ടല്ലോ, നമുക്ക് എപ്പോൾ ചോദിച്ചാലും കിട്ടണം. ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥം, അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അർത്ഥം. ഇപ്പം ലാ ഇലാഹ ഇല്ലയുടെ റുക്നുകൾ, നഫി ഇസ്ബാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് എന്നെങ്കിലും പഠിച്ചു വെക്കുക. അതാണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്ന അടുത്തത് അർക്കാനു ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദത്തായിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളയുടെ രണ്ട് റുക്നുകളെ പറ്റിയാണ് പറയുന്നത്. ലഹാ റുക്നാനി ഹുമാ ഖൗലുന, ആ ഷഹാദത്തു റസൂലുള്ള അഥവാ മുഹമ്മദ് റസൂലുള്ള എന്നതിലെ ഷഹാദത്തിന് രണ്ട് റുക്നുകളാണ് നാം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയാണ് അബ്ദുഹു വ റസൂലുഹു എന്നുള്ളതാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുന്ന അബ്ദ് റസൂല് എന്നീ രണ്ട് കാര്യങ്ങളാണ് ഷഹാദത്ത് മുഹമ്മദ് റസൂലുള്ളയിലെ രണ്ട് റുക്നുകൾ. വഹുമാ യൻഫിയാനിൽ ഇഫ്റാത വത്തഫ്രീത ഫി ഹഖ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കാര്യങ്ങൾ അഥവാ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ അത് നിരാകരിക്കുന്നു, അത് നിഷേധിക്കുന്നു അൽ ഇഫ്രാത്ത. ഇഫ്രാത്ത് പറഞ്ഞാൽ അതിര് കവിയ, അഥവാ ഒരു കാര്യത്തിന് കൊടുക്കേണ്ട പരിധിയുടെ അപ്പുറത്തേക്ക് അതിര് കവിയ. തഫ്രീത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക, അലംഭാവം കാണിക്കുക. ഇഫ്രാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രാഫ് എന്നർത്ഥം, പരിധി അതിര് വിടുക. തഫ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലംഭാവം കാണിക്കുക, കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക, അതാണ് ഈ തഫ്രീത്ത്. ഫി ഹഖ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ട് റുക്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ അതിര് കവിയുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖിൽ അലംഭാവം കാണിക്കുന്നതിനെയും നിഷേധിക്കുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു എന്നിട്ട് പറയാണ് ഫഹുവ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുമാണ് റസൂലുമാണ്, അള്ളാഹുവിന്റെ അടിമയുമാണ് അള്ളാഹുവിന്റെ റസൂലുമാണ്. വഹുവ അക്മലുൽ ഖൽഖി ഫീ ഹാതൈനി സിഫതൈനി ശരീഫതൈൻ, ഈ രണ്ട് വിശേഷണങ്ങളിൽ ഏറ്റവും പരിപൂർണതയുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അബ്ദാണ്, നമ്മളൊക്കെ എന്താണ്? അബ്ദാണ്. റസൂലാണ്, വേറെയും റസൂലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് വിശേഷണത്തിലും ഏറ്റവും പരിപൂർണനായിട്ടുള്ളവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വമഅനൽ അബ്ദി ഹുന, ഇനി ഇവിടെ അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദുമാണ് റസൂലാണെന്ന് പറഞ്ഞല്ലോ. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുന അൽ മംലൂക്കുൽ ആബിദ്, അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആരാധിക്കുന്നവനായിട്ടുള്ളവൻ, അഥവാ അള്ളാഹുവിനാൽ അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിന്റെ അബ്ദ്. ആബിദ് അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ. ഐ അന്നഹു ബഷറുൻ, അതായത് എന്താ അബ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്. മഖ്ലൂഖുൻ മിമ്മാ ഖുലിഖ മിൻഹു അൽ ബശറു, സൃഷ്ടിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യജ്രി അലൈഹി മാ യജ്രി അലൈഹിം, മനുഷ്യരുടെ മേലെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ സംഭവിക്കുന്നോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാകും, മലമൂത്ര വിസർജനം ഉണ്ടാകും, വിവാഹ ജീവിതം ഉണ്ടാകും, കുട്ടികളുണ്ടാകും, അങ്ങനെയുള്ള മനുഷ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കമാ ഖാല തആല, ഏതുപോലെ അതിനുള്ള ദലീലുകൾ പറയാണ്. സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നബിയെ പറയുക ഞാൻ നിങ്ങളുടെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. വഖദ് വഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉബൂദിയത ഹഖ്ഖഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിന് അഥവാ അള്ളാഹുവിന് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട ഉബൂദിയത്തിന് ആ ഉബൂദിയത്തിന്റെ ഹക്കുണ്ടല്ലോ, ആ ഉബൂദിയത്തിന് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരു അടിമക്ക് ഫഖറായിക്കൊണ്ടൊരു കാര്യം മതി, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അബ്ദാണ് എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കിയും, അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫഖറാണ്. ആ അബ്ദാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കൽ വലിയ കാര്യമാണ്.
ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അൽ ഉബൂദിയ്യ എന്ന റിസാല വളരെ ഈ വിഷയത്തിൽ വിശാലമായ ചർച്ചകൾ ചെയ്തിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റിസാലയാണ്. അതിൽ ഇത് ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അബ്ദ് ആവുക എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ ആ അബ്ദ് എന്നുള്ള സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. വമദഹഹുല്ലാഹു ബിദാലിക്, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്ന് വിളിച്ചുകൊണ്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. അബ്ദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മദ്ഹും ചെയ്തിട്ടുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ സുമറിലെ 36-ാമത്തെ ആയത്തിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, എൻ്റെ അടിമക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലയോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഉദ്ദേശം. അതുപോലെ സൂറത്തുൽ കഹ്ഫിൽ 1-ാമത്തെ ആയത്തിൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, അള്ളാഹുവിന്റെ സ്തുതി, എങ്ങനെയുള്ള അള്ളാഹു, അവൻ്റെ അടിമയുടെ മേലെ കിതാബ് ഇറക്കിയവൻ, അവൻ്റെ അടിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര നടത്തിച്ച അള്ളാഹുവിന്റെ സ്തുതി, തൻ്റെ അടിമയെ ബി അബ്ദിഹി, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദാണ്. ചില ആളുകൾ നമ്മുടെ നാടുകളിൽ വളരെയധികം തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാറുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പിഴച്ച ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ആളുകൾ, അവർ പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യനാണെന്ന് പറയാനേ പറ്റൂല. നമ്മൾ പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ പറഞ്ഞ അർത്ഥത്തിലാണ്. മനുഷ്യർക്കുണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ തേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉള്ള ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതുപോലും പറയുന്നത് അത് ശരിയല്ല. കാരണം ഇഫ്രാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കേണ്ട സ്ഥാനത്ത് നിന്ന് അപ്പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തഅലീമിന്റെ പിഴച്ച രീതിയാണത്. തഅലീമിന്റെ പിഴച്ച രീതി. അങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും? അടുത്തത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിച്ചു കൊടുക്കാൻ പറ്റും. അതിന് പറയുന്ന വാദമാണ്. പക്ഷെ മനുഷ്യർക്കുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വികാര വിചാര വേദന ദുഃഖങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉണ്ട്. വമഅന റസൂൽ, ഇനി റസൂൽ എന്നുള്ളതിന്റെ അർത്ഥം ഇത് രണ്ടും വേണം. അബ്ദ് എന്ന് മാത്രം വിശ്വസിച്ചാൽ ശരിയാവോ? ഇല്ല, റസൂൽ എന്നുകൂടി വിശ്വസിക്കണം. എങ്ങനെയാണത്? അൽ മബ്ഊസ് ഇലന്നാസി കാഫ, എല്ലാ ജനങ്ങൾക്കും ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും പരിപൂർണമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിദ്ദഅവതി ഇലല്ലാഹി ബശീറൻ വനദീറ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിക്കൊണ്ട്, ബഷീറൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവനായിക്കൊണ്ട്, ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, പരലോകത്ത് സ്വർഗമുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ നദീറൻ, താക്കീതുകാരൻ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവും നിങ്ങളുടെ പോകും, പരലോകം നിങ്ങളെ നശിക്കും, നരകത്തിലാവും നിങ്ങളുടെ സ്ഥാനം. ഈ കാര്യങ്ങളെല്ലാം പറയാം. അതാണ് ബഷീർ നദീർ എന്നുകൊണ്ട് ഉദ്ദേശം. വഫി ഷഹാദത്തി ലഹു ബിഹാതൈനി സിഫത്തൈൻ, ഈ രണ്ട് സിഫത്ത് കൊണ്ടുള്ള ഷഹാദത്ത് അഥവാ അബ്ദ് റസൂല് എന്നുള്ള ഈ രണ്ട് വിശേഷണം കൊണ്ട് ഷഹാദത്ത് ചെയ്യുമ്പോൾ അതിലെന്തു ശ്രദ്ധിക്കണം? അതാണ് പറയുന്നത്. നഫ്യുൻ ലിൽ ഇഫ്റാത്തി വത്തഫ്രീത്ത് ഫി ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശങ്ങളിൽ അതിര് കവിയുന്നതിനെയും അലംഭാവം കാണിക്കുന്നതിനൊരു ഒഴിവാക്കുകയാണ്. അതായത് അബ്ദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള സ്ഥാനം, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിര് കവിയാൻ പറ്റൂല. റസൂല് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ്, അതിൽ അലംഭാവം കാണിക്കാനും പറ്റൂല. ഈ രണ്ട് കാര്യങ്ങളെ ഈ രണ്ട് സിഫത്തുകളിലൂടെ ഒഴിവാക്കുന്നു, നിഷേധിക്കുന്നു. ഫഇന്ന കസീറൻ മിമ്മൻ യദ്ദഇ അന്നഹു മിൻ ഉമ്മത്തിഹി അഫ്റത ഫി ഹഖ്ഖിഹി, ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖിൽ അതിര് കവിഞ്ഞു പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കൊടുക്കേണ്ട ഹഖ്ഖിൽ അതിര് കവിഞ്ഞു പോകുന്നുണ്ട്. വഗലാ ഫീഹി, അതിൽ ഗുലൂവ് കാണിക്കുന്നവരുണ്ട്. ഹത്താ റഫഅഹു ഫൗഖ മർതബത്തിൽ ഉബൂദിയ്യ ഇലാ മർതബത്തിൽ ഇബാദത്തി ലഹു മിൻ ദൂനില്ലാ, ഉബൂദിയത്തിന്റെ അടിമത്തത്തിന്റെ അടിമയാണ് എന്നുള്ള മർത്തബയിൽ നിന്ന് ഉയർത്തി ഇബാദത്തിന് അർഹനാണ് എന്ന നിലക്കുള്ള മർത്തബയിൽ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടേണ്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മർത്തബയിൽ വരെ കൊണ്ടുവെക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചു തേടുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പാപമോചനം തേടുന്ന ആളുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വാചകങ്ങൾ എഴുതിയിട്ടുള്ള കവിതാ സമാഹാരങ്ങൾ അത് പിന്നെ ഒരു ആരാധനയായിക്കൊണ്ട് ഇന്ന സമയങ്ങളിലെല്ലാം പാരായണം ചെയ്യുന്ന ആളുകൾ, മാലമൗലീദുകൾ എന്ന് പറയുന്ന അങ്ങനെ ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഫസ്തഗാസ ബിഹി മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്ന ആളുകൾ,
ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടും. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ താഴെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന് താഴെ ആളുകളെ പറയേണ്ട ആവശ്യമില്ല. വതലബ മിൻഹു മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന അവസ്ഥ. പാപം പുറത്തു തരാൻ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും പാവം പുറത്തു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന അവസ്ഥ. മിൻ ഖവാഇൽ ഹാജാത്ത്, ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന്, തഫ്രീജിൽ ഖുർബാത്ത്, ഞെരുക്കങ്ങളിൽ തുറവിക്ക്, വൽ ബഅദുൽ ആഖർ, ഇനി മറ്റു ചില ആളുകൾ ജഹദ റിസാലത്തു, അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഇഫ്രാത്തിന്റെ ആളുകളാണ്, അതിര് വിട്ടു പോകുന്ന ആളുകളാണ്. മറ്റു ചില ആളുകൾ തഫ്രീത്തിന്റെ ആളുകൾ. വൽ ബഅദുൽ ആഖർ ജഹദ റിസാലതഹു ഔ ഫറത ഫീ മുതാബഅതിഹി, ചില ആളുകൾ റിസാലത്തിനെ നിഷേധിക്കും, അള്ളാഹിന്റെ റസൂലാണ് എന്നുള്ളതിനൊക്കെ അംഗീകരിക്കുന്നിടത്ത് അവർക്ക് വേണോ, അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള ആളുകൾ വല്ലാഹി അത് ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ നല്ല തൗഹീദും സുന്നത്തൊക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നിട്ട് ശുബ്ഹത്തുകളിൽ അകപ്പെട്ടിട്ട് നിരീശ്വരവാദത്തിന്റെ കെണികളിൽ അകപ്പെട്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാന്നുള്ളൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആയിപ്പോയ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. കാരണം ഒരുപാട് ശുബ്ഹത്തുകൾ ആ നിലക്ക് പ്രചരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലുള്ള സംശയം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും ഒരു തരത്തിൽ സംശയിക്കാൻ സാധിക്കൂല. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരിക്കൽ ഇസ്ലാമിലേക്ക് വന്ന വളരെ കഴിവുള്ള ക്രിസ്ത്യനായിരുന്നു, സുഹൃത്താണ്. അവൻ പറഞ്ഞ അനുഭവങ്ങളിൽ, അവൻ ദീന് മനസ്സിലാക്കുന്ന അനുഭവങ്ങളിൽ ആദ്യം അവന് ഖുർആനാണ് അവൻ ആകർഷിച്ചത്. ഖുർആൻ കേട്ട്, ഖുർആന്റെ മലയാളം കേട്ട് ഇത് ദൈവത്തിന്റെ വചനമാണ് എന്ന നിലക്കൊക്കെ കേട്ട് അതിൽ വിശ്വാസമായി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ശരിയാവാൻ ഈ ഖുർആൻ തന്നെ കാരണമായി. കാരണം ഇങ്ങനെ ഒരു ഗ്രന്ഥം ഒരു മനുഷ്യരെ കൊണ്ട് സാധിക്കൂല. അതുപോലെ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇങ്ങനൊരു നിയമം ഒരിക്കലും ഒരു മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കൂല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടി ഇരുന്നാൽ പോലും ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ പോലെ, ഇസ്ലാമിന്റെ ദീനിന്റെ മസായിലുകൾ പോലെ, ഇബാദത്താവട്ടെ, അള്ളാഹുവിനെ ആരാധിക്കാൻ നിസ്കാരം, നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ ഇബാദത്ത് വേറെ ഏതെങ്കിലും മതത്തിന് കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി അത് പോട്ടെ, സാമ്പത്തികമായിട്ട് സക്കാത്തിന്റെ പോലെ നിയമവ്യവസ്ഥ വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ അനന്തരാവകാശം വീതിക്കുന്നത് കാണിക്കാൻ സാധിക്കില്ല. വൈവാഹിക ജീവിതത്തിന്റെ വിധിവിലക്കുകൾ, തൊലാഖിന്റെ വിധിവിലക്കുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള വിധിവിലക്കുകൾ വേറെ ഏതെങ്കിലും കാണിക്കാൻ പറ്റില്ല. പോട്ടെ, നിത്യജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ അത് വേറൊരു മതത്തിന് ഇതുപോലെ കാണിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. നമുക്ക് എന്താ അറിയാത്ത വെച്ചാൽ നമുക്ക് വേറെ മതങ്ങളുടെ പൊള്ളത്തരം അറിയാത്തതുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാം, മറ്റുള്ളവർക്ക് ഒരു കഥയില്ല. വേറൊരു മതത്തിന് വൈജ്ഞാനികമായിട്ട് ഒരു തലമില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിഖ്ഹിന്റെ ചെറിയ ചെറിയ മസായിലുകളിൽ പോലും ധാരാളം ആയിരക്കണക്കിന് കിതാബുകളുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈയാണോ കാലാണോ കുത്തേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെറിയ മസാലകൾ പറയാം, ചെറിയ മസാലകൾ, അല്ലാതെ ഗൗരവമുള്ള മസായിലുകൾ, അതൊക്കെ ചർച്ച ചെയ്യുന്ന കിതാബ് വേറെ ഒരു മതത്തിനും ഒരു തലത്തിലും വൈജ്ഞാനികമായി ചർച്ചയില്ല. അവർക്ക് അവരൊരു ആരാധന ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഒരടിസ്ഥാനവുമില്ല. അവർക്ക് ജീവിതത്തിൽ പകർത്തേണ്ട അദബുകളിൽ മനുഷ്യന്മാർ പിന്നീട് എഴുതിയുണ്ടാക്കിയ ചില പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ അല്ലെങ്കിൽ മര്യാദകളോ അല്ലാതെ മതപരമായിട്ടുള്ള ഒരു ആദാബുകളോ, ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ, കിടന്നുറങ്ങുമ്പോഴുള്ള മര്യാദകൾ, അല്ലെങ്കിൽ വീട്ടിൽ വസ്ത്രം ധരിക്കുമ്പോഴുള്ള മര്യാദകൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ മേഖലയിലും ഇസ്ലാമിന് മര്യാദകളുണ്ട്, ഇസ്ലാമിന് മര്യാദകളുണ്ട്. ഇതുപോലെയൊന്നും വേറൊരു മതത്തിനുമില്ല, ഒരു മതത്തിനുമില്ല. സെമറ്റിക് മതങ്ങൾ എന്ന് പറയുന്നതിന് പോലുമില്ല. അഥവാ സെമറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുൽ കിതാബ്, ജൂത നസ്രാണികളിൽ പോലും വൈജ്ഞാനികമായിട്ടുള്ള ഇതുപോലെയുള്ള ചർച്ചകളോ നിയമവ്യവസ്ഥകളോ നിലവിൽ ഇല്ല. പണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ നിന്ന് പഴച്ചുപോയി. അവർക്ക് വൈജ്ഞാനികമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കാൻ ശരീഅത്ത് കൊണ്ട് അള്ളാഹുവിന്റെ വുജൂദ് മനസ്സിലാക്കുന്ന, അതായത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അതിന് കാരണമാകുന്ന ഒരു കാര്യം ശറഅ് പഠിക്കുന്നതിലൂടെയാണ്. അതാണ് തൊലബുൽ ഇൽമ് നമ്മുടെ ഈമാൻ ദൃഢമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഉസൂൽ ഹദീസ് ഈമാൻ ദൃഢമാക്കാനുള്ള ഏറ്റവും വലിയ ഇൽമാണ് പറഞ്ഞത്. കാരണം ഇതൊക്കെ ഈ ഇൽമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന എന്തിന്റെ മേലെയാണ്? ഹദീസിന്റെ മേലെയാണ്. അപ്പൊ ഈ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണോ ഇത് സ്വീകരിക്കാൻ പറ്റാത്തതാണോ എന്ന് പഠിക്കുന്ന ഫന്നാണ്, മേഖലയാണ് ഉസൂൽ ഹദീസ്. അപ്പൊ ആ ഉസൂൽ ഹദീസ് സംരക്ഷിച്ച രീതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, ആ ഓരോ ഹദീസ് സഹിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
അത് അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കും എന്ന് ചില പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇസ്ലാം എന്നുള്ളത്, ഇസ്ലാമിൻ്റെ ഇൽമിയായ വശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിസാലത്തിനെ ചില ആളുകൾ ഇല്ലാത്ത പൊള്ളയായ വാദങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വ്യക്തിക്ക് അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് ഈ നിയമങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ആളുകളെ ശുഭത്തിലാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും ശരി അങ്ങനെയാണെന്ന് വെക്കുക, അങ്ങനെയാണെന്ന് വെച്ചാൽ പോലും ഇതുപോലെ നിയമവ്യവസ്ഥ ഉണ്ടാക്കാനോ ഇതുപോലെ പ്രചരിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ അംഗീകരിച്ചതോ ഇതുപോലെ ശരിയായതോ മറ്റു നിയമവ്യവസ്ഥ അവർ കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അവർ പറയട്ടെ. ഒരിക്കലും ഇന്ന് വരെ സാധിച്ചിട്ടില്ല, ലോകാവസാനം വരെ സാധിക്കുകയുമില്ല. ഔ ഫറത ഫീ മുതാബഅതിഹി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ കാണാം. അബ്ദാണെന്ന് അംഗീകരിച്ചു, അതിൽ നമ്മൾ പരിധി വിട്ടുപോയില്ല, ശരിയാണ്. അടിമയുടെ സ്ഥാനം മാത്രം കൊടുത്തു, ഇബാദത്തൊന്നും വഹിച്ചു കൊടുത്തില്ല. ആ ആളുകൾ തന്നെ അവർക്ക് വരുന്നൊരു അപകടമാണ്, അഥവാ തൗഹീദിന്റെയും സുന്നത്തിന്റെ ആളുകൾക്ക് വരുന്നൊരു അപകടമാണ്. നബിദിനൊന്നും ആഘോഷിക്കാത്ത ആളുകൾ, ആ ആളുകൾക്ക് വരുന്ന അപകടമാണ് ഇത്തിബായിൽ അവർ അലംഭാവം കാണിക്കും. അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിന് അവർ അലംഭാവമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പിൻപറ്റുന്നവരെ കളിയാക്കും. ഇപ്പോൾ താടി നീട്ടി വളർത്തി, ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചു, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പകർത്തിയതുപോലെ സിവാക്ക്, 100ഓളം ഹദീസുകൾ വന്നിട്ടുള്ള സിവാക്കിനെ കൊണ്ടു നടന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, ഇത് സുന്നത്തനുസരിച്ച് ചെയ്യണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന് പറയുമ്പോൾ അതിനൊന്നും വില കൊടുക്കാതെ അതിനെല്ലാം പുച്ഛത്തോടെ കാണുന്ന അലംഭാവം കാണിക്കുന്ന ആളുകൾ അവർ ഷഹാദത്തിന്റെ റുക്നിനെ പൂർത്തീകരിക്കുന്നില്ല. വഅതമദ അലൽ ആറാഇ വൽ അഖ്വാലിൽ മുഖാലിഫതി ലിമാ ജാഅ ബിഹി. ഈ ആളുകൾ ഇതിന് മറുപടി ആയിട്ട് പറയാൻ എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞ അതിന് മറുപടി എന്തായിരിക്കും? ഈ പറഞ്ഞതാണ്. പല ആളുകളുടെയും പിഴച്ച വാദങ്ങളും ചിന്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളും ചിന്തകന്മാരുടെ വാക്കുകളും എല്ലാം അവർ തിരിച്ചു തെളിവായി പറയുന്ന അവസ്ഥ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാത്തൊരവസ്ഥ. വതഅസ്സഫ ഫീ തഅ്വീലി അഖ്ബാരി വഅഹ്കാമിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള ദീനീ നിയമങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളെ അതിനെ തഅ്വീൽ ചെയ്യുന്നിടത്ത്, അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അവർ ദുൽമ ചെയ്യും. തഅസ്സഫ എന്ന് പറഞ്ഞാൽ അവർ അതിക്രമം ചെയ്യും. അഥവാ അത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കൂല. അവരുടേതായ വാദങ്ങൾ വെച്ചിട്ടും അവരുടേതായ ചില ആളുകളുടെ ചിന്തകൾ വെച്ചിട്ടൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടേ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം. അതല്ലാതെ ഒരാളുകൾ അഭിപ്രായത്തിനനുസരിച്ച് മനസ്സിലാക്കി അലംഭാവം കാണിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അബ്ദാണെന്നും മനസ്സിലാക്കണം, റസൂലാണെന്നും മനസ്സിലാക്കണം. അബ്ദ് എന്നുള്ളത് ഇഫ്രാത്തിനെ ഇല്ലാതാക്കുന്നു, അഥവാ ഇബാദത്തിന്റെ അംശങ്ങൾ റസൂലിന് കൊടുക്കാതെ വെക്കുന്നു. റസൂൽ എന്നുള്ളത് തഫ്രീത്തിനെ, അലംഭാവം കാണിക്കാതെ റസൂലിനോടുള്ള ഹക്കുകൾ വീട്ടാൻ നമ്മളെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിലും അയൽവാസികളിലും ആളുകൾക്കുമെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇനി അടുത്ത ഭാഗം വരുന്നത് ഷുറൂത്ത് ഷഹാദത്തൈൻ. ഈ രണ്ട് ഷഹാദത്തുകളിലെ ഷുറൂത്തുകളാണ്, നിബന്ധനകളാണ്. ഈ പറഞ്ഞ റുക്കുനും നഫിയൊക്കെ ഉണ്ട്, അല്ല റുക്കുനൊക്കെ ഉണ്ട്, പൂർത്തീകരിച്ചു. പക്ഷെ ഇത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. ഇത് നമുക്കൊരു എന്താ പറയുക, ഏത് സമയത്തും പറയാൻ പറ്റുന്ന രീതിയിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ശരിയായ ഇത് അഖീദയുടെ ഏറ്റവും അടിസ്ഥാനങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് ഓരോ കാര്യങ്ങൾ ഇതിൽ ആഴത്തിൽ ഓരോന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഏത് സമയത്ത് ചോദിച്ചാലും റുക്നുകൾ 2 നഫി, ഇസ്ബാത്ത്, മലയാളത്തിലോ അറബിയിൽ പഠിക്കണം. ഇനി അല്ലെങ്കിൽ എന്താണ് ഈ കാര്യം എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലായിരിക്കണം. അത് നമ്മൾ സ്വയം പറഞ്ഞ് പഠിച്ച് ഇത് വായിച്ച് ഇത് കേട്ട് ഇതുപോലുള്ള ദർസുകൾ കേട്ട് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. കാരണം ഇത് അടിസ്ഥാനങ്ങളാണ്, ഇതിലൊരു വീഴ്ച നമ്മൾ വരുത്താൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.